എല്ലാവർക്കും ചെമ്പനീർ പൂവിലെ പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം തന്നെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ വർഷയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ശ്രീകാന്തും വർഷയും റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ വർഷ ഓടി വന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ചന്ദ്രമതിയാണ്. ശ്രുതി പറയുന്നുണ്ട്, ജോലി ചെയ്യാതെ ശമ്പളം എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം, ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ചന്ദ്രമതി പറയുന്നുണ്ട്, മര്യാദക്ക് നീ ഒരു ജോലി കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ നിനക്കെൻ്റെ സ്വഭാവം അറിയില്ല, നിന്നെ ഇടിച്ച് ഞാൻ പുട്ടാക്കും എന്നിങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ശ്രീകാന്തും അമ്മയും അച്ഛനും എല്ലാവരും നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഡൈനിങ് ഹാളിൽ വെച്ച് ശ്രുതി സച്ചിയോട് തട്ടിക്കേറിക്കൊണ്ട് പറയുന്നുണ്ട്, ദേ സച്ചി, നീ വല്ലാതെ ഓവറാവാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ശ്രുതി നിനക്ക് തരാനുള്ള കാഴ്ച തന്നിരിക്കും, വല്ലാണ്ട് നീ ഇതാക്കാൻ വരണ്ടെന്നിങ്ങനെ ശ്രുതി സച്ചിയോടായി പറയുന്നു. എന്തായാലും നിനക്ക് തരാനുള്ള 51 ലക്ഷം രൂപ തരുമ്പോൾ ആ കടമങ്ങ് തീർന്നു കിട്ടുമല്ലോ. ആ സമയത്ത് രേവതി ഇതെല്ലാം കേട്ട് അപ്പുറത്ത് അടുക്കളയുടെ അടുത്തായി നിൽക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എന്തു തീരുമെന്ന്? എൻ്റെ അനിയനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രമല്ലേ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അനിയനെയും അടക്കം വേദനിപ്പിച്ചത്? അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ സമയത്ത് ശ്രുതിയും സച്ചിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത്രയും കയർത്ത് രേവതി പറയുമെന്ന് അവർ കരുതിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കൊച്ചു പ്രമോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ വേണമെങ്കിൽ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രമോ ഇവിടെ അവസാനിക്കുന്നു.